ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയാണ്. കാരണം നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എന്നെ എത്തിക്കാൻ സഹായിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു പറയുന്നു. അപ്പോൾ എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിനി അടുത്ത എക്സാം ആയിട്ട് വരുന്നത് മാർച്ച് 11 ബുധനാഴ്ച ലാംഗ്വേജ് എക്സാംസാണ്. അതിനുശേഷം ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് 13 അതായത് വെള്ളിയാഴ്ച കെമിസ്ട്രി എക്സാമുണ്ട്. ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ കേസിൽ കെമിസ്ട്രി എക്സാമാണ് 13 ഉള്ളത്. അപ്പോൾ ഈ ഒരു 2 എക്സാംസിന് എങ്ങനെ തയ്യാറെടുക്കാം, അതേപോലെ ചെറിയ ടിപ്സ്, അങ്ങനെ ആ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി ടൈം ടേബിൾ പ്രകാരം നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ എക്സാം 11 സെക്കൻഡ് ലാംഗ്വേജ് എക്സാംസ് ആണ്. അപ്പോൾ പല ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ എടുത്തത് മലയാളമാണ്. അപ്പോൾ മലയാളത്തിനെ പറ്റിയിട്ടായിരിക്കും ഞാൻ കൂടുതലും പറയുക, പക്ഷേ ബാക്കിയുള്ളവർക്കും ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കാം. അപ്പോൾ ലാംഗ്വേജ് എക്സാംസിനെ പറ്റി നോക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജസ്, അതേപോലുള്ള ലാംഗ്വേജ് എക്സാംസിലൊക്കെ ടെക്സ്റ്റ് ബുക്കിനോടൊരു നല്ല രീതിയിലുള്ളൊരു ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളെ ഒരു A+ ലെവലുള്ള മാർക്കിലേക്ക് എത്തിക്കാൻ എന്തായാലും സഹായിക്കും. കാരണം അതിലെ പാഠങ്ങളും അതിലെ ആശയങ്ങളും പിന്നെ എഴുത്തുകാരുടെ പേര്, അതേപോലെ അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രയോഗങ്ങൾ, അതൊക്കെ എങ്ങനെയാണോ ആ പാഠത്തിലുള്ളത് അതേപോലെ വായിക്കുന്നത് എന്തായാലും നമുക്ക് പെട്ടെന്ന് അത് ആ ആശയങ്ങൾ നമുക്ക് മനസ്സിലാവാനും അത് പരീക്ഷ പേപ്പറിലോട്ട് എഴുതാനുള്ള ആ ഒരു ഇതുണ്ടാക്കി തരും. അപ്പോൾ എന്തായാലും ലാംഗ്വേജ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. കൂടുതൽ വായിച്ചാൽ അത്രയും നല്ലത്. പിന്നെ നമ്മൾ ലൈവ് ക്ലാസ്സസിനൊക്കെ ലാംഗ്വേജ് എക്സാംസിന് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ. ഒരു ചാപ്റ്ററിനെ പറ്റി, ഇപ്പോൾ ഒരു കവിതനെ പറ്റിയോ അതിനെ ഒരു യൂണിറ്റിനെ പറ്റിയൊക്കെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാവും. ആ ഒരു പാഠം എന്തിനെ പറ്റിയാണ് പറയണത്, അതിൻ്റെ ആശയം എന്താണ്, ഒരു പരീക്ഷ നോക്കുന്ന ആൾ നമ്മുടെ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആ ഒരു ക്വസ്റ്റ്യൻ്റെ രീതിയിലേക്ക് നമുക്ക് ആ ഒരു പോയിൻറ്റ്സിനെ മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു പാഠത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതേ പോയിൻ്റ് അങ്ങനെ എഴുതി വയ്ക്കണമെന്നല്ല, അത് ആ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആ പോയിൻറ്റ്സിനെ മാറ്റി എഴുതണം. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിൻറ്റ്സൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് നോട്ട് ചെയ്തൊരു കാര്യം, എജ്യൂപോർട്ടിൻ്റെ ഇത്തരം പോയിൻറ്റ്സൊക്കെ അത്യാവശ്യം നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ള പോയിൻറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ എക്സാം വിന്നറും സൈലും ഒക്കെ അത്യാവശ്യം നല്ല പ്ലാറ്റ്ഫോംസാണ് ഈ ലാംഗ്വേജിൻ്റെ കേസിൽ. അപ്പോൾ ഈ ഹിന്ദി ഉള്ളവരും ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഹിന്ദിയിലും ഇതേപോലെ ഈ കവിതകൾക്കൊക്കെ ടിപ്പണി ഉണ്ടാവും. അതേപോലെ പിന്നെ അങ്ങനെ കുറച്ച് ഡിസ്കസ്, എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അതിലും അവർ ഓതേഴ്സിൻ്റെ നെയിം എന്തായാലും പഠിച്ചു വയ്ക്കണം. അതേപോലെ ഇത്തരത്തിലുള്ള ടിപ്പണി, അങ്ങനെ ഹിന്ദി ടെക്സ്റ്റ് വായിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മോഡൽ എക്സാമിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ആദ്യത്തെ 6 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്. അത് പിന്നെ ഓപ്ഷൻ ടൈപ്പാണ്. 4 ഓപ്ഷനിൽ നിന്ന് 2 തിരഞ്ഞെടുക്കുന്ന ടൈപ്പ്. അങ്ങനത്തെ 5 ക്വസ്റ്റ്യനാണ് നമ്മൾ എഴുതേണ്ടത്. മൊത്തത്തിൽ 10 മാർക്കാണ് ആ ഒരു സെഷനിൽ കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ അത്യാവശ്യം പാഠം വായിച്ച്, ഇപ്പോൾ പാഠത്തിനെ പറ്റി ഒരു ഐഡിയ ഉള്ളവർക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് ആ ഓപ്ഷൻസൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ്. അത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ ഈ കൂൾ ഓഫ് ടൈമിലെ കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ കൊണ്ട് പെട്ടെന്ന് ഇത് എഴുതിയെടുക്കാൻ പറ്റും. കൂൾ ഓഫ് ടൈം നല്ല വൈസായിട്ട് യൂസ് ചെയ്യുക, പ്രത്യേകിച്ച് ഈ ഒരു മലയാളം എക്സാമിനൊക്കെ. കാരണം മറ്റ് ലാംഗ്വേജസിനെ അപേക്ഷിച്ച് ടൈം കൺസ്ട്രെയിൻ ഉള്ള ഒരു സബ്ജക്റ്റാണ് മലയാളം. ഇംഗ്ലീഷിനെ പോലെ തന്നെ ടൈം തികഞ്ഞില്ല അങ്ങനെയുള്ളൊരു പിന്നെ വിഷയം വരുന്ന ഒരു സബ്ജക്റ്റാണ് മലയാളം. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് കൂൾ ഓഫ് ടൈം വൈസായിട്ട് ഉപയോഗിക്കുക. അതൊക്കെയാണ് വിടേണ്ടത്, ഏത് ക്വസ്റ്റ്യനാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കൂൾ ഓഫ് ടൈമിൽ തന്നെ ഞാൻ സാധാരണ ഈ ഒരു ഫസ്റ്റ് സെഷൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. പിന്നീട് അടുത്ത ഒരു സെഷൻ എന്ന് പറയുന്നത്
5 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിൽ 4 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതണം 2 മാർക്കിൻ്റെ വെച്ച്. അതും പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ സെഷനാണ്. അങ്ങനത്തെ 6 ക്വസ്റ്റ്യനാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. ഏകദേശം 7 ക്വസ്റ്റ്യൻ അവർ തരും. അപ്പോൾ ഇപ്രാവശ്യം ആ ഒരു സെഷനിൽ തന്നെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കത് തെറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് എന്തായാലും അറ്റംപ്റ്റ് ചെയ്യുക. കാരണം അതത്രയും ടൈം നമുക്ക് എടുക്കാണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഒരു 4 മാർക്ക് കയ്യിലാവാനുള്ള ഒരു ഐഡിയ ആണ്. ഇപ്രാവശ്യം മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. പബ്ലിക് എക്സാമിൻ്റെ കേസ് എന്താണെന്ന് അറിയില്ല. മോഡൽ എക്സാമിൻ്റെ കേസിൽ മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ പിന്നെ നമുക്ക് നമ്മുടെ ആശയം കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ബാക്കി ഒരു 5 ക്വസ്റ്റ്യൻ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് അടുത്ത സെഷൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ 4 എണ്ണമാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് എഴുതാനുള്ളതാണ്. ഇപ്പോൾ ഒരു പുറം 1.5 പുറം അങ്ങനെയൊക്കെ എഴുതാൻ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഒരു സെഷനുള്ളത്. അപ്പോൾ ഈ ഒരു സെഷനൊക്കെ നമ്മൾ മിസ്സാക്കിയാൽ അത്യാവശ്യം നല്ല മാർക്ക് പോകുന്ന സെഷനാണ്. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ഒരു ക്വസ്റ്റ്യനും വിടാതിരിക്കുക എന്നുള്ളതും ഒരു മെയിൻ പോയിൻ്റാണ്. കാരണം ഇപ്പോൾ നമുക്ക് അവസാനമൊക്കെ വെച്ച് നമുക്ക് വല്ല ടൈം പ്രശ്നമാവോ അല്ലെങ്കിൽ എന്താണ് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നില്ല. എന്നാൽ നമ്മൾ എന്താണ് എല്ലാ ക്വസ്റ്റ്യനും ജസ്റ്റ് ഒന്ന് മീൻസ് തുടങ്ങി വയ്ക്കുകയെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യാനുള്ള മാർക്കേ പോകും. അപ്പോൾ എന്താണ് ലാസ്റ്റൊക്കെ നമുക്ക് ടൈം പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഒരു ക്വസ്റ്റ്യന് പെർഫെക്റ്റ് ആവണതിന് പകരം ബാക്കി എല്ലാ ക്വസ്റ്റ്യനും അത്യാവശ്യം അറ്റൻഡ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് ഒരു മിനിമം മാർക്ക് വെച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. 8 മാർക്കിൻ്റെ ഒരു സെഷൻ വരുന്നുണ്ട്. അത് ലാസ്റ്റിലുണ്ടാവും. അത് ഒരെണ്ണമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഇപ്രാവശ്യത്തെ എക്സാമിൽ മോഡൽ എക്സാമിൽ കണ്ട വേറൊരു ക്വസ്റ്റ്യനാണ്. ഒരു പാസേജ് തന്നിട്ട് 3 ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ വെച്ചിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതും നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ആദ്യം ഒരു കൂൾ ഓഫ് ടൈമിൽ തന്നെ ആ പാസേജ് വായിച്ച് വയ്ക്കുക. അതിൻ്റെ ആൻസറും കണ്ടുപിടിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഞാൻ സാധാരണ മലയാളം എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ കൂൾ ഓഫ് ടൈമിൽ ആ വെച്ച ആൻസേഴ്സ് ഫസ്റ്റ് സെഷൻ്റെ എഴുതും. എന്നിട്ട് ആ 2 മാർക്കിൻ്റെ എഴുതും. പിന്നെ ഇപ്രാവശ്യത്തെ ആ ഒരു മാച്ചസ് ഫോളോയിങ് ഞാൻ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ആ ഒരു പാസേജ് തന്നിട്ട് പാസേജ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസും ഇപ്രാവശ്യം എഴുതി. പിന്നെ ഞാൻ നേരെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കാണ് കിടക്കുക. കാരണം സാധാരണ ലാസ്റ്റ് വരുമ്പോൾ 8 മാർക്കിൻ്റെ സെഷനാണ് ഒരു ടൈറ്റ് ഉണ്ടാവല്. ഞാൻ ഓൺ എക്സാമൊക്കെ എഴുതിയപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ക്രിസ്മസ് മുതൽ ഞാൻ 8 മാർക്കിൻ്റെ ആദ്യം എഴുതാൻ തുടങ്ങി. പിന്നെ അടുത്ത നല്ല മാർക്കുള്ള സെഷനായ 6 മാർക്കിൻ്റെ സെഷനിൽ നിന്ന് കിടക്കും. പിന്നെ അത് കഴിഞ്ഞ് 4 മാർക്കിൻ്റെ സെഷനും പിന്നെ അങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലാംഗ്വേജ് എക്സാംസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് കെമിസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ കെമിസ്ട്രി നമുക്കറിയാം 9 ചാപ്റ്റേഴ്സാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സിനും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്കോറുണ്ട്. മീൻസ് വെയിറ്റേജ് ഉള്ള ഒരു വിഷയമാണ് കെമിസ്ട്രി. അപ്പോൾ നമ്മൾ വെയിറ്റേജ് നോക്കിയൊക്കെ പഠിക്കുന്നത് ഒരു A+ അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ എയിം ചെയ്യുന്ന കുട്ടിക്ക് അതത്ര നല്ലൊരു ഡിസിഷൻ ആയിരിക്കില്ല. കാരണം എല്ലാ പാഠത്തിനെയും പറ്റി ഒരു ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആവുക എന്നുള്ളത് കെമിസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ലാപ്പിൽ നമ്മൾ അത്ര കോൺസെപ്റ്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്താൽ അത് ചിലപ്പോൾ ഒരു മണ്ടത്തരാകും. കാരണം അതിന് കുറച്ചും കൂടി ടൈമും ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡേയ്സിൽ നമ്മൾ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ടൈംസിലൊക്കെ അത് നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഈ ഒരു ലൈഫ് ക്ലാസ്സസിനിടയിലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റേഴ്സ് ഇപ്പോൾ അത് മാത്രമായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ 1 ഷോട്ട് വീഡിയോസ് അല്ലെങ്കിൽ ചെറിയ ക്യാപ്സ്യൂൾ രീതിയിലുള്ള ചെറിയ വീഡിയോസൊക്കെ ഉണ്ടാവും യൂട്യൂബിൽ. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് സെറ്റാക്കാവുന്നതാണ്. പിന്നെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിൽ PYQ ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എങ്ങനെയാണ് നമ്മളിപ്പോൾ പഠിച്ചു അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് എല്ലാവർക്കും അറിയണമായിരിക്കും. HSS Live എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉപയോഗിക്കാം. അതിൽ നമുക്ക് ഇന്ന ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെ ചാപ്റ്റേഴ്സ് വൈസ് ആയിട്ടുള്ള PYQ ഉണ്ട്. അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മോഡൽ, അതേപോലെ ആനുവൽ എക്സാം, ക്രിസ്മസ് എക്സാം ഇതിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സോൾഡ് ആൻസർ കീസും ഒക്കെ നമുക്ക് PDF ആയിട്ട് ലഭിക്കും HSS Live. അപ്പോൾ അങ്ങനത്തെ റിസോഴ്സസൊക്കെ നമ്മൾ ഉപകാരപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ കെമിസ്ട്രിയുടെ കേസിൽ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, അതേപോലെ ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്,
ഇനോർഗാനിക് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഓർഗാനിക്കിൻ്റെ ആ ലാസ്റ്റ് 2 പാഠങ്ങൾ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള പാഠങ്ങളാണ്. അതിൽ ഹൈഡ്രോ കാർബൺസൊക്കെ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, പിന്നെ എന്നാലും നമുക്ക് വീണ്ടും വീണ്ടും മറന്നു പോകണ ഒരു ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺസൊക്കെ. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻസൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ റിവൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിൻ കാര്യം. അല്ലാണ്ട് നമുക്ക് വേറൊരു വഴിയില്ല. കാരണം ഏതൊരാളായാലും മറന്നു പോകും, അത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ റിയാക്ഷൻസൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ്, കാറ്റലിസ്റ്റ് അതൊക്കെ എഴുതി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പോഴും വായിച്ചു നോക്കുക, പിന്നീട് റിവൈസ് ചെയ്യുക, പിന്നെ എക്സാമിൻ്റെ തലേന്നൊക്കെ റിവൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ടും നമുക്ക് ആ എക്സാം ഹാളിലൊക്കെ വരുമ്പോൾ നമുക്ക് താനേ ഓർമ്മ വരും. അപ്പോൾ ഈ ഹൈഡ്രോ കാർബൺസ് എനിക്ക് അത്യാവശ്യം നോക്കാനുണ്ട്. അതേപോലെ പിന്നെ അതിനു മുമ്പുള്ള ഒരു നെയിമിങ്, ഐസോമെറിസം, അതേപോലെ പ്യൂരിഫിക്കേഷൻ, ഒരു റിയാക്ഷൻ മെക്കാനിസത്തിൻ്റെ ഒക്കെ ഒരു പാഠമില്ലേ, ജനറൽ കോൺസെപ്റ്റ്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി, അങ്ങനെയാണോ തോന്നുന്നത് അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു പാഠവും നല്ല വെയിറ്റേജ് ഉണ്ട്. പ്യൂരിഫിക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്രാവശ്യം എസ്എ ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് സയൻസ് ടെസ്റ്റിനെ പറ്റിയൊക്കെ. അപ്പോൾ ആ ഒരു ഭാഗം എനിക്ക് അത്യാവശ്യം നോക്കാനുണ്ട്. അപ്പോൾ പ്യൂരിഫിക്കേഷനാണ് എനിക്ക് സെറ്റാക്കാനുള്ള ഇനി പാഠം. പിന്നെ അതിന് മുമ്പ് പിന്നെ നമുക്ക് തെർമോഡൈനാമിക്സ് വരുന്നുണ്ട്, ഇക്വിലിബ്രിയം വരുന്നുണ്ട്. ഈ ഒരു 2 പാഠവും നമുക്ക് തിയറിക്കും ന്യൂമറിക്കൽസിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പാഠമാണ് ഈ 2 പാഠങ്ങൾ. അതിൽ നിന്ന് ന്യൂമറിക്കൽസും വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ന്യൂമറിക്കൽസൊക്കെ നമ്മൾ അത്യാവശ്യം ആ ഒരു തന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. പിന്നെ അതിന് കണക്ട് ചെയ്ത പോലെ ഇക്വേഷൻ ഉണ്ടോ നോക്കുക. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാൽക്കുലേറ്റർ അടിച്ചാൽ പെട്ടെന്ന് വാല്യൂ കിട്ടുന്നതാണ്. പിന്നെ അതിനോട് ഒന്ന് ഫെമിലറൈസ് ആവാനാണ് നമ്മൾ PYQ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ PYQ നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ ആ ഒരു ഐഡിയ കിട്ടണില്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ PYQ സോൾവ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ആദ്യത്തെ കുറച്ച് പാഠങ്ങളായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് ഐഡിയാസ് ഉണ്ടാവും. ചിലപ്പോൾ മറ്റേ ആ ഒരു മൊളാരിറ്റി ചിലപ്പോൾ അല്ല പിന്നെ ന്യൂമറിക്കൽ വരാം, അല്ലെങ്കിൽ മറ്റേ ആ ഒരു എൻ ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് എമ്പരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. അത് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. 11 മാർക്കോളം വെയിറ്റേജ് മോഡലിലുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് കൂടുതൽ തിയറിയാണ്. അത് നമുക്ക് പെട്ടെന്ന് പഠിച്ചാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്ററായിട്ടാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം തോന്നിയത്. അപ്പോൾ അതിൽ ന്യൂമറിക്കൽസ് ഇല്ലയെന്നൊന്നും പറയുന്നില്ല, ചിലപ്പോൾ വരാം. ചിലപ്പോൾ ആ മറ്റേ റേഡിയസ്, അതേപോലെ ആ ഒരു ഇതില്ലേ ഹൈഡ്രജൻ സ്പെക്ട്രം, ആദ്യത്തെ മറ്റേ എനർജി കൺവേർഷൻ, അതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് അങ്ങനെ വിട്ട് കളയണ്ട, എല്ലാം അത്യാവശ്യം ഒന്ന് നോക്കി പോവുക. നമുക്ക് ഏത് ക്വസ്റ്റിനാണ് വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് അത്യാവശ്യം വെയിറ്റേജ് കുറവുള്ളൊരു ചാപ്റ്ററാണ് റിഡോക്സ് റിയാക്ഷൻസ്. പക്ഷേ അതും അങ്ങനെ നമ്മൾ സിമ്പിളാണ് പറഞ്ഞിട്ട് അങ്ങനെ വിട്ട് കളയേണ്ട കാര്യമില്ല. കാരണം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്താലും ആ ഒരു സെഷനിൽ ചിലപ്പോൾ നമുക്ക് അറിയുന്ന ഒരു ചാപ്റ്റർ എന്ന് വല്ല ടഫ് വന്നാൽ നമ്മൾ പെട്ടില്ലേ. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻസ് നമ്മളങ്ങനെ അവോയ്ഡ് ചെയ്യാണ്ട് അതും പഠിച്ചു പോകുക. അപ്പോൾ അതിലത്തെ മറ്റേ കുറച്ചൊരു ബാലൻസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് ഇല്ലേ, ആ 2 ടെക്നിക്സ് അതും അത്യാവശ്യം നോക്കി പോയി, പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്കുള്ള പാഠം എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ് ആണ്. അത് അത്യാവശ്യം കോൺസെപ്റ്റ് വൈസ് അത്യാവശ്യം ക്ലാരിറ്റി ആവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൽ ആ ഒരു മറ്റേ ലാസ്റ്റ് ഒരു മോളിക്കുലർ ഓർബിറ്റ് ഡയഗ്രാം വെച്ചിട്ടൊരു പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്നൊക്കെ നോക്കണ ആ ഒരു ആക്ടിവിറ്റിയിൽ അതെനിക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ടില്ല. കാരണം അതെനിക്ക് എപ്പോൾ ചോദിച്ചാലും എനിക്ക് മാർക്ക് പോകുന്ന ഒരു ടോപ്പിക്കാണത്. അപ്പോൾ എനിക്ക് അതൊക്കെ നോക്കണം. പിന്നെ അതിൻ്റെ ആ ലാസ്റ്റ് ഭാഗത്തിലുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് നോക്കാനുണ്ട് കെമിക്കൽ ബോണ്ടിങ്ങിലെ. പിന്നെ അതിൽ ആ ഒരു ഷേപ്പ്, മറ്റേ ഓരോ മോളിക്യൂൾസിൻ്റെ ഷേപ്പ് ഇല്ലേ, അത് അതിൻ്റെ കാരണം, പിന്നെ ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുക. ലൈവ് ക്ലാസ്സസൊക്കെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കെമിസ്ട്രിക്ക് വേണ്ടി ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എക്സാമിനറും സൈലവും തന്നെയാണ്. എക്സാമിനറിലെ ജസീൽ സാറിൻ്റെ ക്ലാസ്സസൊക്കെ അത്യാവശ്യം പെട്ടെന്ന് മനസ്സിലാവുന്നതും അതേപോലെ നല്ല ക്ലാസ്സസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ മാധവ് സാറ് പറയണ്ടല്ലോ, നല്ല ക്ലാസ്സസ് തന്നെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ക്ലാസ്സസൊക്കെ യൂട്ടിലൈസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു വാശിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയാൻ പറ്റുന്നത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കാലം കൂടുതൽ എല്ലാവരും കെമിസ്ട്രിയും ബയോളജി അങ്ങനെ ലാംഗ്വേജ് ഈ ഒരു സബ്ജക്ട്സിനായിരിക്കും കൂടുതൽ ഊന്നൽ നൽകുക. അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കുന്നത് കറക്റ്റായിട്ട് ആ ഒരു പഠിക്കുന്ന സമയം കറക്റ്റായിട്ട് ഡിവോട്ടഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.